നിശബ്ദമെന്ന് തോന്നിക്കുന്ന ഒരിടുങ്ങിയ സമുദ്രഭാഗം യഥാർത്ഥത്തിൽ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വൻശക്തിപ്പോരിന്റെ പ്രഭവകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി തങ്ങളുടെ മാത്രം നിയന്ത്രണത്തിലായിരുന്ന ഈ ജലപാതയിൽ അമേരിക്കൻ ഭരണകൂടം പടുത്തുയർത്തിയ ഏകപക്ഷീയമായ ചട്ടക്കൂടുകൾക്ക് നേരെ ചൈന ഉയർത്തിയിരിക്കുന്ന വെല്ലുവിളി കേവലമൊരു നയതന്ത്ര തർക്കമല്ല. അത് നിലവിലുള്ള ആഗോള അധികാരക്രമത്തിന്റെ കടക്കിൽ വീഴുന്ന കോടാലിയാണ്. അമേരിക്കയുടെ നാവിക ഉപരോധത്തെ വെല്ലുവിളിച്ചുകൊണ്ട് തന്റെ രാജ്യത്തിന്റെ സാമ്പത്തിക ഉടമ്പടികളിൽ ഇടപെടാൻ ആരെയും അനുവദിക്കില്ലെന്ന അഡ്മിറൽ ഡോങ് ജൂണിന്റെ മുന്നറിയിപ്പ് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഒരു പുതിയ യുഗപ്പിറവിയെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു വശത്ത് തങ്ങളുടെ കറൻസി ആധിപത്യം സംരക്ഷിക്കാൻ പെട്രോ ഡോളർ എന്ന ആയുധവുമായി അമേരിക്ക നിൽക്കുമ്പോൾ, മറുഭാഗത്ത് യുവാൻ എന്ന സാമ്പത്തിക തന്ത്രത്തിലൂടെ ആ ആധിപത്യത്തെ തകർക്കാൻ ചൈന കളം പിടിക്കുകയാണ്. ഈ കടലെടുക്കിലെ ഓരോ തിരമാലയും ഇന്ന് പറയുന്നത് ഒരേയൊരു കാര്യമാണ്: പഴയ ആധിപത്യങ്ങൾ അവസാനിക്കുന്നു. ലോകം പുതിയൊരു അധികാര ധ്രുവീകരണത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇടപെടരുത് എന്ന ചൈനയുടെ തുറന്ന മുന്നറിയിപ്പ് അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ സാധാരണ കേൾക്കുന്ന വാചകമല്ല. അത് മാറുന്ന ശക്തി സമവാക്യങ്ങളുടെ ശബ്ദമാണ്. വർഷങ്ങളായി നിർണായക കടൽപ്പാതകളിലും ആഗോള വ്യാപാര സംവിധാനങ്ങളിലും സ്വാധീനം പുലർത്തിയ അമേരിക്കയ്ക്ക് ഇനി എല്ലാ നീക്കങ്ങളും എതിരില്ലാതെ നടത്താനാവില്ലെന്ന സന്ദേശം അതിലൊളിഞ്ഞിരിക്കുന്നു. ചൈന ഇനി പ്രതികരിക്കുന്ന ശക്തിയല്ല, കളിയുടെ നിയമങ്ങൾ തന്നെ സ്വാധീനിക്കാൻ തയ്യാറായ ശക്തിയാണ്. ഹോർമോസിൽ ഉയരുന്ന ഈ പുതിയ സംഘർഷം ഒരു പ്രാദേശിക തർക്കമെന്ന പരിധി ഏറെ മുമ്പേ കടന്നുകഴിഞ്ഞു. ഇത് എണ്ണയുടെ വഴിയെക്കുറിച്ചുള്ള പോരാട്ടമത്രല്ല, ലോകത്തെ നയിക്കാൻ ആർക്കധികാരമുണ്ടെന്ന വലിയ ചോദ്യത്തിന്റെ തുടക്കമാണ്. അതുകൊണ്ടുതന്നെ ഹോർമൂസിനെ ഇന്ന് ലോകമൊരു കടലെടുക്കായി കാണുന്നില്ല, ഭാവിയിലെ പുതിയ ലോകക്രമം എഴുതപ്പെടുന്ന വേദിയായി തന്നെയാണ് കാണുന്നത്. പശ്ചിമേഷ്യയിലെ സമാധാനാന്തരീക്ഷം വീണ്ടും തകരുന്ന കാഴ്ചയ്ക്കാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ഹോർമൂസ് കടലെടുക്കിൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ നാവിക ഉപരോധം വെറുമൊരു സൈനിക നീക്കമല്ല, മറിച്ച് ചൈനയുടെ വളരുന്ന സാമ്പത്തിക സ്വാധീനത്തെ തടയാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. എന്നാൽ തങ്ങളുടെ ഊർജ്ജസുരക്ഷയെ ബാധിക്കുന്ന ഏത് നീക്കത്തെയും പ്രതിരോധിക്കുമെന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ചൈന രംഗത്തെത്തിയത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇറാനുമായുള്ള തങ്ങളുടെ ഉഭയപക്ഷീയ ബന്ധത്തിൽ ഇടപെടാൻ ആരെയും അനുവദിക്കില്ലെന്ന അഡ്മിറൽ ഡോങ് ജൂണിന്റെ പ്രസ്താവന വൻശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിന്റെ വക്കിലേക്കാണ് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നത്. ഈ തർക്കത്തിന്റെ കാതൽ കേവലം എണ്ണയല്ല, മറിച്ച് കറൻസിയാണെന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പതിറ്റാണ്ടുകളായി ആഗോള എണ്ണവിപണിയെ ഭരിച്ചിരുന്ന പെട്രോ ഡോളർ സംവിധാനത്തിന് വലിയൊരു വെല്ലുവിളി ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. കടലിടുക്കിലൂടെയുള്ള വാണിജ്യ ഇടപാടുകൾക്കായി ഇറാനും ചൈനയും യുവാൻ ഉപയോഗിക്കാൻ തുടങ്ങിയത് അമേരിക്കയ്ക്ക് സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീഷണിയാണ്. ഡോളറിന്റെ ആധിപത്യത്തെ തകർക്കാൻ ചൈന നടത്തുന്ന ഈ നീക്കത്തെ തടയാനാണ് ട്രംപ് ഭരണകൂടം ഉപരോധമായുധമാക്കുന്നത്. എണ്ണ വ്യാപാരത്തിൽ നിന്നും ഡോളറിനെ പുറന്തള്ളുന്ന ഏത് ശ്രമവും അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയുടെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് അവർ ഭയപ്പെടുന്നു. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഹോർമൂസ് കടലിടുക്ക് എന്നത് അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ്. ചൈന ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ 40%, LPGയുടെ 30% കടന്നുപോകുന്നത് ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ്. അതുകൊണ്ടുതന്നെ ഇവിടുത്തെ തടസ്സങ്ങൾ ചൈനീസ് വ്യവസായ മേഖലയെ നിശ്ചലമാക്കാൻ കെൽപ്പുള്ളതാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശത്രുത വെടിനിർത്തലിലൂടെ പരിഹരിക്കണമെന്നും മേഖലയിൽ സമാധാനം ഉറപ്പാക്കാൻ ബീജിംഗ് മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്നും ചൈനീസ് വിദേശകാര്യ വക്താവ് ഗ്വാ ജിയാകുൻ വ്യക്തമാക്കുന്നത് തങ്ങളുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും കൂടിയാണ്. അതേസമയം ഈ സംഘർഷം ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ശക്തിപ്രകടനവും ഉപരോധവും ഏകപക്ഷീയ സമ്മർദ്ദവും ഉപയോഗിച്ച് ആഗോള സ്ഥിരത ഉറപ്പാക്കാനാവില്ലെന്ന് ഇത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. സമാധാനം നിലനിർത്താൻ ആവശ്യമായത് സംവാദം, പരസ്പര ബഹുമാനം, ബഹുപക്ഷി സഹകരണം, പങ്കിട്ട സുരക്ഷാ സംവിധാനം എന്നിവയാണ്. ഹോർമൂസ് പോലുള്ള ജീവകാരുണ്യ പ്രാധാന്യമുള്ള കടൽപ്പാതകൾ ഒരു രാജ്യത്തിന്റെ മേൽക്കോയ്മയുടെ വേദിയാകാതെ ലോകത്തിന്റെ പൊതുസമ്പത്തായി സംരക്ഷിക്കപ്പെടണം എന്ന ചിന്ത ഇനി കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. ചുരുക്കത്തിൽ, ഹോർമൂസ് കടലിടുക്കിലെ ഓരോ ഓളവും ഇപ്പോൾ പറയുന്നത് ഒരേയൊരു കാര്യമാണ്: പഴയ ആഗോള നിയമങ്ങൾ അവസാനിക്കുന്നു. ലോകം പുതിയൊരധികാര ധ്രുവീകരണത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു.
അമേരിക്കയുടെ സൈനിക കരുത്തും ചൈനയുടെ സാമ്പത്തിക തന്ത്രങ്ങളും നേർക്കുനേർ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഏപ്രിൽ 14-ന് പുറത്തുവന്ന ഈ വാർത്തകൾ ലോകവിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങളുണ്ടാക്കുമെന്നുറപ്പാണ്. ഹോർമൂസിലെ ഈ പൊളിറ്റിക്കൽ നാടകം വെറുമൊരു വാർത്തയല്ല, മറിച്ച് 21-ാം നൂറ്റാണ്ടിലെ പുതിയ ലോകക്രമത്തിന്റെ പിറവി കൂടിയാണ്.